നമസ്കാരം. എൻ്റെ പേര് ആതിര. ഞാൻ സൈക്യാട്രി വിഭാഗത്തിലെ എനപ്പയ മെഡിക്കൽ കോളേജിലെ ലെക്ചർ ഇൻ സൈക്യാട്രിക് സോഷ്യൽ വർക്കറാണ്. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ് പാർട്ടം മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ എന്ന കണ്ടീഷനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രസവം അത് റിലേറ്റഡ് ആയിട്ടുള്ള കാലയളവ് എന്നുള്ളത് എല്ലാ സ്ത്രീകൾക്കും സന്തോഷം അതോടൊപ്പം തന്നെ കുറേ പ്രശ്നങ്ങളും തരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അമ്മമാർക്ക് മാത്രമല്ല, അതോടൊപ്പം തന്നെ അവരുടെ അച്ഛനും എല്ലാ കുടുംബത്തിലെ എല്ലാവർക്കും ഒരു പ്രധാനമായിട്ടുള്ള റോൾ ട്രാൻസിഷൻ അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു പരിവർത്തനം നടക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രസവവും അല്ലെങ്കിൽ കുട്ടി ഉണ്ടാവുക എന്നുള്ള ആ ഒരു കാലഘട്ടം. സോ ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഒരു മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള റിസ്ക് വളരെയധികം കൂടുതലാണ്. അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പല കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിൽ നടക്കുന്ന ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള ഹോർമോണൽ ചേഞ്ചസുകൾ ബോഡിയിലൂടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടി ഉണ്ടായതിന് ശേഷം കുറേ കാലം അവരുടെ ഉറക്കത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് പ്രസവത്തിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഏതൊരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും, ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസും ഇതിനൊരു കാരണമാവാം. പക്ഷേ ഇതെല്ലാം ഓക്കെ ആയിരുന്നാലും നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം, ഇല്ല എന്നല്ല. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പല തരത്തിലുണ്ട്. പലപ്പോഴും നമ്മളിത് മനസ്സിലാക്കാൻ കുറേ ലേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഒരു കാറ്റഗറി ക്ലിനിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് അല്ലെങ്കിൽ നമ്മൾ ബേബി ബ്ലൂസ് എന്നറിയപ്പെടുന്നു. പിന്നെ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. പോസ്റ്റ് പാർട്ടം ആങ്സൈറ്റി, പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് പാർട്ടം റിലേറ്റഡ് ആയിട്ടുള്ള OCD സിംറ്റംസ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ്. അതിൽ പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടി ഉണ്ടായതിന് ശേഷം 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കം, മൂഡ് സ്വിങ്സ്, ഒരുപാട് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു, ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു, ഒരു പേടി പോലെ ഉണ്ടാകുന്നു, ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊക്കെയാണ് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേബി ബ്ലൂസ് എന്ന് പറയും, അല്ലെങ്കിൽ മറ്റേണിറ്റി ടൈമിലുണ്ടാകുന്ന ബ്ലൂസ് എന്നാണ് അതിന് പൊതുവെ അറിയപ്പെടുന്നത്. ഇതൊരു 2 ആഴ്ചയ്ക്കുള്ളിൽ അതായിട്ട് തന്നെ കുറയുകയാണ് ചെയ്യാറ്. അഥവാ ഇത് പെർസിസ്റ്റൻ്റ് ആവുന്നുണ്ട്, കുറച്ചധികം കാലത്തേക്ക് അത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പം പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ചും കൂടെ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഭയങ്കരമായിട്ട് കരച്ചിൽ വരിക, ഒരുപാട് നേരം ആരോട് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഉറക്ക പ്രശ്നങ്ങൾ, ഭക്ഷണം കഴിക്കുന്നില്ല, ഇങ്ങനെയുള്ള സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ, അതായത് ഒരു കാരണമില്ലാണ്ട് കരച്ചിലുണ്ടാകുന്നു, ഇപ്പം കുട്ടീനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ഇതൊക്കെ നമ്മൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിൽ വരുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ ഒരുപാട് ആശങ്കയുണ്ടാകുന്നു, കൊച്ചിന് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ കൊച്ചിന് എന്തെങ്കിലും അസുഖം വരുമോ, അങ്ങനെയുള്ള ഒരുപാട് വറീസും പേടികളും ഉണ്ടാകുന്നെങ്കിൽ അത് പോസ്റ്റ് പാർട്ടം ആങ്സൈറ്റീൻ്റെ ലക്ഷണങ്ങളാവാം. അത് കൂടാണ്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് ആണ്. അത് വളരെ റെയർ ആണെങ്കിലും അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. കാരണം അതും നമ്മുടെ ഒരു മേജർ ഒരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷനായിട്ട് വരുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ അതിലെന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരുപാട് ഭയം, ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കാൻ വരുന്ന പോലെ, ഹാലുസിനേഷൻ എന്നൊക്കെ പറയുന്ന ആ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പോസ്റ്റ് പാർട്ടം സൈക്കോസിസിനകത്ത് കാണുന്നത്. അതിൽ നമുക്ക് ചിലപ്പോൾ കുട്ടീനെ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഉപദ്രവിക്കും എന്നുള്ള പേടി ഉണ്ടാകും, നമ്മളെന്തെങ്കിലും ചെയ്തു പോവാം, അല്ലെങ്കിൽ അമ്മയെ സ്വയം അവർ ഹാം ചെയ്യുന്ന പോലെയുള്ള കുറേ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് സൂയിസൈഡൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് മരിക്കണം എന്നോ, അല്ലെങ്കിൽ കുട്ടി ഒരു ഹെൽപ്ലെസ്നെസ് ഒക്കെ വരാം. അപ്പോൾ അതും വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇതിൽ പൊതുവായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് സങ്കടം വരിക, കരച്ചിൽ വരിക, പിന്നെ ഭയങ്കരമായിട്ടുള്ള പരിഭ്രാന്തി, ഒരു പേടി, ഉത്കണ്ഠ, പിന്നെ ഒരുപാട് ക്ഷീണം വരിക, ഒന്നുകിൽ ഉറക്കം കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഉറക്കം കുറവായിരിക്കും, പിന്നെ ഒന്നിനും താല്പര്യമില്ലാത്തൊരവസ്ഥ, ഒന്നിനോടും നമുക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വിശപ്പ്, പിന്നെ അതുകൂടാണ്ട് ഒരു വിഷമം വരിക, പിന്നെ എപ്പോഴും നമുക്ക് കുട്ടീൻ്റെ അടുത്തേക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, കുട്ടീൻ്റെ അടുത്തേക്ക് ഒരു കെയർ കൊടുക്കാൻ പറ്റുന്നില്ല, ഒരു ബോണ്ടിങ് പ്രശ്നങ്ങൾ വരിക,
പിന്നെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, ശരീരത്തിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ, തലവേദന, മേലുവേദന, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരും. ഇതെല്ലാം നമുക്ക് പൊതുവായിട്ട് ഒരു പ്രഗ്നൻസി കഴിയുമ്പോൾ കുറച്ച് കാലത്തേക്ക് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഇത് കുറേ കാലത്തേക്ക് നിൽക്കുന്നുണ്ട്. അത് അവരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ട്, ഡെയിലി എല്ലാ ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നുണ്ട്, കുട്ടീനോടുള്ള കെയർ കുറയുന്നുണ്ട്, അമ്മയ്ക്ക് സ്വന്തം കെയർ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു മാനസികാരോഗ്യ സ്പെഷ്യലിസ്റ്റിനെ, ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്കാട്രിക് സോഷ്യൽ വർക്കിനെയോ കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ എപ്പോഴാണ്, എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴാണ് നമ്മളൊരു പ്രൊഫഷണലിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. അപ്പം ഇത് ആരുടെയും തെറ്റുകൊണ്ടോ പ്രശ്നങ്ങൾ കൊണ്ടോ വരുന്ന ഒരു മാനസിക പ്രശ്നങ്ങളല്ല. സോ ഏത് അമ്മമാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന നോക്കുമ്പോഴേക്കും പോസ്റ്റ്മോർട്ടം ബ്ലൂസൊക്കെ 70-80% ആൾക്കാർക്ക് വരെ കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ പെർസിസ്റ്റൻ്റായി കുറച്ചും കൂടെ നാളെ നിൽക്കുമ്പോഴാണ് അത് മേജർ ഇഷ്യൂ ആയിട്ട് വരുന്നതും. ആ കുട്ടീനെയും അമ്മേനെയും അതുപോലെ തന്നെ അച്ഛന്മാരെയും, അതായത് നമ്മൾ സ്റ്റഡീസ് പറയുന്നത് അച്ഛനിലും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻസ് കാണുന്നുണ്ട്. അപ്പോൾ അച്ഛനെയും ബാക്കി കുടുംബാംഗങ്ങളെയും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയും ബാധിക്കുമ്പോഴാണ് നമ്മൾ എന്തായാലും ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് എടുക്കേണ്ടത്. ഇപ്പം എപ്പോഴെടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ, പിന്നൊന്ന് നമ്മൾ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ നമുക്ക് ഒരുപാട് ഹാംഫുൾ ആയിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂയിസൈഡൽ ഐഡിയേഷൻസും, അല്ലെങ്കിൽ സ്വന്തമായി മരിക്കണം എന്നോ അല്ലെങ്കിൽ വേറെ ആളെ ഉപദ്രവിക്കണം എന്നോ അല്ലെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും ചെയ്യണം എന്നുള്ള അങ്ങനെയുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പ് എടുക്കണം. പിന്നെ ഉള്ളത് നമുക്ക് ചില ഹാലുസിനേഷൻ പോലുള്ള കണ്ടീഷൻസ്, എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നു പക്ഷേ വേറെ ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ബാക്കിയുള്ള പ്രശ്നങ്ങൾ വരുന്നു, അതായത് ചില സ്ട്രോങ് ആയിട്ടുള്ള ബിലീവ്സ് ഉണ്ടാവുന്നു, അത് എത്ര പറഞ്ഞാലും നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോഴേക്കും നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് എടുക്കണം. എന്തായാലും ഡോക്ടറെ കാണേണ്ട കണ്ടീഷൻസാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അമ്മമാരുടെ അടുത്ത് പറയാനുള്ളത്, പ്രസവാനന്തര രോഗം എന്ന് പറയുന്നത് എല്ലാവർക്കും പൊതുവെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ കുറേ തെറ്റിദ്ധാരണകളുണ്ട്. പണ്ട് ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഇപ്പോഴാണല്ലോ ഇതെല്ലാം വരുന്നത്. പണ്ടും ഇത് ഉണ്ടായിട്ടുണ്ടാകും, ഇപ്പോൾ നമ്മൾ ഇത് കുറച്ചും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇന്ന് നമുക്കതിന് വ്യക്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂർണ്ണമായും നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു കണ്ടീഷനാണിത്. അപ്പം ഇത് ആരുടെയും തെറ്റല്ല, പക്ഷേ ഇത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഹെൽത്ത് കണ്ടീഷൻസാണ് പോസ്റ്റ്മോർട്ടം മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഒരു ഹെൽപ്പ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ ആ ഒരു ചോയ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം.